ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 15 ഇയേഴ്സ് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇപ്പം ഫസ്റ്റ് ആയിട്ട് ആണ്, ആദ്യം ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോ ഈ MBA എടുക്കണം എന്നുള്ളത് അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. ഒരു PG ചെയ്യണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബേസിക്കലി ഞാൻ BSc ബയോടെക്നോളജിയാണ് ഡിഗ്രി എടുത്തത്. അപ്പം എനിക്ക് സയൻസ് ബേസേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഹസ്ബൻഡ് പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു MBA എടുത്ത് അത് എടുക്കൂ, അത് പഠിക്കൂ എന്നുള്ളത്. പക്ഷെ MHAയിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ എന്തോ ഞാൻ 8 ഇയേഴ്സ് ഞാൻ ഹോസ്പിറ്റൽ ഫീൽഡിൽ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിൽ വർക്ക് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഒരു ബേസിൽ എനിക്ക് എന്താ പറയാ, നമുക്ക് കുറച്ചും കൂടെ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കരിയറിൽ കുറച്ചുകൂടെ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ പഠിക്കണം എന്ന് തീരുമാനിച്ചു. ഒരുപാട് നാൾ കൊണ്ടിട്ടുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് MBAക്ക് ജോയിൻ ചെയ്യാന്നുള്ളത്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ പോസ്റ്റ് കാണുന്നതും. ആ ഒരു കണ്ട് എന്നെ ഫസ്റ്റ് കോർഡിനേറ്റ് ചെയ്ത സ്റ്റാഫ് മുതൽ ഈ ഒരു ടൈം വരെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതായത് അഡ്മിഷന്റെ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, അതിന്റെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒരു കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാം എനിക്ക് ലേണേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള സ്റ്റാഫ് ചെയ്തു തരുമായിരുന്നു. അതുപോലെ തന്നെ വാണി മാം വീക്ക്ലി ബേസിസിൽ വിളിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ റിപ്ലൈയും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയമൊക്കെ ചില ദിവസങ്ങളിൽ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ് ഒക്കെ ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും മാക്സിമം ഞാൻ പുറത്താണെങ്കിൽ കൂടി ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ട്രാവലിംഗിലാണെങ്കിലും കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫുള്ള് മാക്സിമം ഞാൻ എന്താ പറയാ അറ്റൻഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വളരെ പെട്ടെന്ന് ടെക്സ്റ്റ് ഒക്കെ വളരെ താമസിച്ചേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാലും എനിക്ക് ആദ്യം തന്നെ എനിക്ക് കിട്ടി. ഞാൻ അസൈൻമെന്റ്സും കാര്യങ്ങളെല്ലാം എഴുതുന്നതും എല്ലാം ടെക്സ്റ്റും ഗൂഗിളും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ്. അപ്പം എനിക്ക് എന്താ പറയാ, ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചായിരുന്നു. എങ്ങനെ എഴുതും അറിയില്ല. ഫസ്റ്റ് അസൈൻമെന്റ് ഒക്കെ എഴുതിയിട്ട് വാണി മാമിന് ഞാൻ അയച്ചു കൊടുത്തു. ഇങ്ങനെ തന്നെയാണ്, ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതങ്ങനെ ഫോളോ ചെയ്യുന്നു. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് കുറച്ച് ഹോസ്പിറ്റൽ ഫീൽഡിൽ ഉള്ളത് കൊണ്ടും മാനേജ്മെന്റ് സൈഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും അക്കൗണ്ടിങ് ബേസിസിലൊക്കെ വളരെ എന്താ പറയാ, മാത്തമാറ്റിക്സിൽ ഞാൻ കുറച്ച് നല്ല ബാക്കിലോട്ടാണ്. ആ ഒരു ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ. അതിലും എനിക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.